അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പവും കൂടെ കഴിക്കാനായിട്ട് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഇതുപോലെ നമുക്ക് പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസൊക്കെ വെച്ചിട്ടും തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ ഇതുപോലെ ബ്രൗൺ കളറൊന്നും പെടാതെ നല്ല വൈറ്റ് കളറിൽ തന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടും. ഇതിപ്പോൾ ചിരകി വാങ്ങിയ തേങ്ങ ആയതുകൊണ്ട് കുറച്ച് ബ്രൗൺ കളറൊക്കെ പെട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുക്കുമ്പോൾ നമുക്ക് 1 കപ്പ് മുതൽ 2 കപ്പ് വരെ തേങ്ങ എടുക്കാം. വട്ടയപ്പം നമുക്ക് കറി ഇല്ലാതെയും കഴിക്കാം, കറിയെല്ലാം കൂട്ടിയിട്ടും കഴിക്കാം. കറി ഇല്ലാതെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഒരു 2 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ കറിക്കൊപ്പം കഴിക്കാനുള്ളതായതുകൊണ്ട് 1 കപ്പ് തേങ്ങ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്കൊപ്പം കഴിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർത്തിട്ടുള്ളത്. ഒറ്റ കഴിക്കാനാണെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് മുതൽ ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെങ്കിൽ നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് നമുക്കിത് കൂട്ടിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് ഒരു പ്രാവശ്യം അരക്കാനുള്ളതല്ല, ഒരു 2 പ്രാവശ്യം അരക്കാനുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് മിക്സിയിലേക്ക് ചേർക്കാതെ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടുള്ളത്, അളവൊക്കെ ഒന്ന് കറക്റ്റായി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അരി അളന്നെടുത്തുള്ള അതേ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോവില്ല. ഇതുപോലെ ചെറുതായിട്ടൊരു തരിയോട് കൂടിയിട്ട് വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ. ഇനി മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണേൽ നമുക്കിതിലേക്ക് ഒരു 2-3 ഏലക്കായ പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ തേങ്ങയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒറ്റ കഴിക്കാനാണെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതാണ് ടേസ്റ്റ്. കറിയുടെ കൂടെ ആകുമ്പോൾ ഏലക്കാപ്പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ഉപ്പും മധുരമൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം മതി. ഇനി ഇത് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രമോ ഏതായാലും മതി. അതല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ ചെയ്താലും മതി. ഇനി ഈ പാത്രത്തിൻ്റെ പകുതി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഈ പാത്രത്തിൻ്റെ പകുതി മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റീമർ റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്ത് വരാനായിട്ട് എനിക്ക് 15 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ മാവ് എത്ര കട്ടിയിലാണോ ഒഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെന്ത് വരാനുള്ള സമയം കൂടി വരും. ഒരു 5 മിനിറ്റായി നമുക്കിത് തുറന്നിട്ട് ഇതിന് മുകളിൽ കാഷ്യൂനട്ടോ കിസ്മിസോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കിസ്മിസ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തിട്ടോ അല്ലെങ്കിൽ വറുക്കാതെ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യിൽ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 4-5 കിസ്മിസ് അതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതുപോലെ ഒരു ഫോർക്കോ കത്തിയോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. മാവ് ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്ത ശേഷം പതുക്കെ ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്തുള്ള ഈ ഒരു അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ 3 വട്ടയപ്പം നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ വട്ടയപ്പം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ നല്ലൊരു ബീഫ് റോസ്റ്റും കൂടെ തയ്യാറാക്കുന്നുണ്ട്. കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ എല്ലോട് കൂടിയുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. നമ്മൾ ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. അപ്പോൾ ഞാൻ ഈ കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉലുവൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ മുളക് പൊടി കൂട്ടിയെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി മസാലയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഈ മസാലയൊക്കെ തക്കാളിയിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ തക്കാളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മസാലയ്ക്ക് ഈ ബീഫിലേക്കൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാണ്ട് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ഈ ബീഫിലേക്കൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മസാലയ്ക്ക് ബീഫിലേക്ക് നന്നായിട്ടങ്ങ് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ബീഫ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമുക്ക് അടി പിടിക്കുമെന്നുള്ളൊരു പേടിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ നന്നായിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിത് കുക്കറിലായതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6-7 വിസിൽ വേണ്ടി വരും ബീഫ് നന്നായിട്ട് വേവാൻ. അപ്പോൾ ഒരു 6 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് വേവിച്ചാൽ മതി. ഈ ബീഫ് ഇപ്പോൾ ഒരു 7 വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളവും അധികമില്ല, വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. നമ്മൾ മസാലയൊക്കെ വഴറ്റി ഉണ്ടാക്കിയോണ്ട് താളിച്ചൊഴിക്കാതെയും കഴിക്കാം കേട്ടോ. താളിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്കൊരു 5-6 ചെറിയുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ താളിച്ചയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊരു പാകത്തിനനുസരിച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിലിപ്പോൾ അധികം വെള്ളമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി താളിച്ചൊഴിക്കുന്നില്ലെങ്കിൽ കുക്കറിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അധികം മധുരമില്ലാതെ ചെറുതായിട്ടൊരു മധുരമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വട്ടയപ്പം
കൂടെ ഈ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.